ലക്ഷദ്വീപ് സീരീസ് പാർട്ട് 2. ലക്ഷദ്വീപിലെ പാക്കേജിൽ ഗ്ലാസ് ബോട്ടിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ഗ്ലാസ് ബോട്ടിംഗ് എന്ന് നിങ്ങൾക്കൊക്കെ കാണണ്ടേ? ഞാൻ കാണിച്ചു തരാം. ഈ നിൽക്കുന്ന മനുഷ്യനാണ് കിനാനത്തിക്ക. കിനാനത്തിക്ക ആണ് ഈ ഗ്ലാസ് ബോട്ടിൻ്റെ ഓണർ. ബോട്ടിൻ്റെ നടുക്ക് ഇങ്ങനെ ഗ്ലാസ് വരും. അതിലൂടെയാണ് നമ്മൾ കാഴ്ചകളെല്ലാം കാണുന്നത്. അത് നമ്മൾ കടലിൻ്റെ അടിത്തട്ട് കാണാൻ പോവുകയാണ്. ഇത് ഞാൻ പോയ പല ഗ്ലാസ് ബോട്ട് യാത്രകളുടെ വീഡിയോസ് ഒരുമിച്ചെടുത്തേക്കാണ്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ടേർട്ടിൽ വാച്ചാണ്. നമ്മൾ ഈ ടേർട്ടിലിനെ ഇങ്ങനെ ഗ്ലാസ് ബോട്ടിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. പിന്നെ ഈ ടേർട്ടിലിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പുറത്ത് വൈറ്റ് കളറിലുള്ള പൊടി കണ്ടോ? അതായത് ഈ ടേർട്ടിൽ ഇപ്പോൾ മുട്ട ഒളിപ്പിച്ച് വെച്ചിട്ട് വരുന്ന വഴിയാണ്. ഇത് നമ്മൾ ഗ്ലാസ് ബോട്ടിനകത്തൂടെയാണ് ടേർട്ടിലിനെ കാണുന്നത്. ഇപ്പം നിങ്ങൾ ഈ ടേർട്ടിലിനെ കാണുന്നത് ഗ്ലാസ്സിൽ കൂടെയല്ല, ഡയറക്റ്റായിട്ട് കടലിൽ കിടന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു ടേർട്ടിലിനെയാണ്. വെള്ളം അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് നേരിട്ട്. അങ്ങനെ ടേർട്ടിൽ വാച്ച് കഴിഞ്ഞു. ഇത് നമ്മളിപ്പോൾ ഗ്ലാസ്സിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരുപാട് മീനുകളെ കാണാം. പക്ഷെ പുറത്ത് അതിനേക്കാളും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. കിനാനത്തിക്ക കുറച്ച് 50-50 ബിസ്ക്കറ്റ് തന്നു. അങ്ങനെ നമ്മൾ ആ ബിസ്ക്കറ്റ് പൊടിച്ച് ഇങ്ങനെ താഴോട്ട് വെച്ചപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു അക്വേറിയത്തിൽ കൈയിട്ട പോലെ ഇല്ലേ? ഇത് കടലിൻ്റെ നടുക്ക് നിർത്തിയിട്ടാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഇത് ബ്യൂട്ടിഫുൾ. അത് നമ്മുടെ കയ്യിൽ വന്ന് ഇങ്ങനെ കഴിച്ചിട്ട് പോകും. ഇപ്പം നിങ്ങൾ കേട്ട സൗണ്ടാണ് ഗ്ലാസ് ബോട്ടിൻ്റെ സൗണ്ട്. ഈ കാണുന്ന ബ്രെയിൻ പോലെ തോന്നിക്കുന്ന കോറൽസ് ഇല്ലേ? ബ്രെയിൻ പോലെ തോന്നിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പേരാണ് ബ്രെയിൻ കോറൽസ്. ഒരുപാട് നല്ല കളേഴ്സിലുള്ള കുഞ്ഞു 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 മീനുകളെ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നത് പഴയ കോറൽസ് ഇങ്ങനെ പൊടിഞ്ഞ് വർഷങ്ങളായിട്ടുണ്ടായ തരിയാണ്. കോറൽസിൻ്റെ പൊടിയാണത്. ഇനി അടുത്ത വെറൈറ്റി കോറൽ നമ്മുടെ വിരലുകൾ പോലെ നീണ്ട് ഭംഗിയായിട്ട് നിൽക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരാണ് ഫിംഗർ കോറൽസ്. ഈ ഫിംഗർ കോറൽസിൻ്റെ അറ്റത്ത് ചെറിയ പൂക്കൾ പോലെ ബ്ലൂ കളറിൽ കാണുന്നുണ്ടോ? അതിനൊരു ഫ്ലൂറസൻ കളർ പോലെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ആ ഒരു വെട്ടം നമുക്ക് കാണുന്നുണ്ട്. ആ ഗ്ലാസ് ബോട്ടിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോറൽസ് ജീവനുള്ളവയാണ്. ജീവനില്ലാത്ത കോറൽസാണ് ഇതുപോലെ വൈറ്റായിട്ട് നിൽക്കുന്നത്, ഡെഡ് കോറൽസ്. കാണുന്നുണ്ടോ? ഇനി ഈ കോറൽസിനെ പറ്റി എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ കോറൽ സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ കരിമ്പില്ലേ, ഷുഗർ കെയിൻ, ആ കരിമ്പിൻ്റെ എക്സ്ട്രീം സ്മെല്ലിലോട്ട് പോയാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര കരിമ്പിൻ്റെ സ്മെല്ലാണ് ഈ കോറൽസിന്. എന്തോ ഒരു കുഞ്ഞു കുഞ്ഞു മീനാന്ന് നോക്കിയേ. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ട്, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള കോറൽസ്. കടലിനടിയിൽ ഇത്രയും വൈബ്രൻറ്റ് കളേഴ്സ്, കടലിനടിയിലൊരു വേറൊരു ലോകം തന്നെയല്ലേ? നമ്മുടെ നോർമൽ ലൈഫുമായിട്ട് നോക്കുമ്പോൾ ഇത് വേറൊരു ലോകമാണ്. അങ്ങനെ എനിക്ക് തോന്നാറ്. ഇത് ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ ബോട്ടിൻ്റെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ കൊണ്ടാണ് ഇത് ഇത്ര ഇങ്ങനെ ആടുന്നത്. അവർക്ക് ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ? ഇത് ഭംഗിയാന്ന് നോക്കിയേ. ഇതൊന്നും തൊടാൻ പാടില്ല. നമുക്ക് ടച്ച് ചെയ്യാവുന്നതും ടച്ച് ചെയ്യാൻ പാടില്ലാത്തതും അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സ് പറഞ്ഞു തരും. നമ്മൾ സ്ക്യൂബയൊക്കെ ചെയ്യുമ്പോഴും സ്നോർക്ലിംഗ് ചെയ്യുമ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. ഒരുപാട് അടുത്ത് കാണുന്നേ ഉള്ളൂ. ഇത് നമ്മൾ കാണുന്നത് ഗ്ലാസ്സിൽ കൂടെയാണ്. പക്ഷേ സ്ക്യൂബ ചെയ്യുമ്പോൾ നമ്മൾ ഈ അടുത്തട്ടിൽ പോവുകയാണ്. സ്ക്യൂബയുടെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട്? എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയേ. നിങ്ങൾ ഇതുപോലായിരുന്നോ കടലിൻ്റെ അടിത്തട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇമാജിനേഷൻ? ഒന്ന് പറയണേ എന്നോട് കമൻറ്റിൽ. നോക്കിയ ഒരു കാർട്ടൂണൊക്കെ കാണുന്ന പോലെ ആ ഒരു ഫീലല്ലേ നമുക്ക് തോന്നുന്നത്? ഇത് ബ്യൂട്ടിഫുൾ അല്ലേ? വാവ്. എത്ര കണ്ടാലും എത്ര പോയാലും എനിക്ക് മതി വരാത്തതിൻ്റെ കാരണം ഇതാണ്. ആ ബ്ലൂ കളർ, ആ വയലറ്റ് കളർ, ലാവൻഡർ ടോൺ, അതൊക്കെ ഒന്ന് നോക്കിയേ. അതിനിടയിൽ ബ്രെയിൻ കോറൽസ്, എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് മീനുകളാന്ന് നോക്കിയേ. എന്തോരാണെന്ന് നോക്കിയത്. ഒരു കേവ് പോലെ തോന്നില്ലേ? വെള്ളത്തിനടിയിലൊരു കേവ് പോലെ. അതിൽ എന്തോരം ഫിഷാന്ന് നോക്കിയേ. അതും എന്തൊക്കെ കളറുള്ള ഫിഷുകൾ.
നമ്മൾ സ്ക്യൂബ ചെയ്യുമ്പോൾ ഇതിനകത്തോടെ ഇങ്ങനെ പോയി ആ തറയിൽ ലാൻഡ് ചെയ്യും കേട്ടോ. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതത് മറക്കാൻ പറ്റത്തില്ല. ലൈഫിലെ ബെസ്റ്റ് മൊമെൻ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ പറയും എനിക്ക് ആ കാല് ഇതിൻ്റെ വെള്ളത്തിനടിയിൽ തൊട്ട മൊമെൻ്റ് ആണെന്ന്. ആ ഓറഞ്ച് കളറൊക്കെ നോക്കിയേ, ബ്യൂട്ടിഫുൾ അല്ലേ? ഞാൻ എപ്പോൾ ഗ്ലാസ് ബോട്ടിങ്ങിന് പോയാലും കിനാനത്തിക്കാട് ബോട്ട് വേണമെന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഫ്രണ്ട്ലിയാണ്, അത്ര ജെന്യുവൻ ആയിട്ടുള്ളൊരു സോളാണ് അദ്ദേഹം. അതുപോലെ പുള്ളിയുടെ കൂടെ പോകുമ്പോഴുള്ള രസം എന്താ വെച്ചാൽ പുള്ളി നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സ്നാക്സ് അതുപോലെ കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഇങ്ങനെ കരുതി വെച്ചിരിക്കും. പുള്ളിക്ക് അതിൻ്റെ ഒന്നും കാര്യമില്ല, എങ്കിലും അത് അറിഞ്ഞ് മനസ്സുകൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജെന്യുവനായിട്ട് പറയുകയാണ്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ കണ്ട കാഴ്ചകൾ എങ്ങനെ നിങ്ങളിലൊക്കെ എത്തിക്കും എന്നുള്ളത് എൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഞാൻ അങ്ങനെ ട്രാവൽ കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾ ഇത്രയും പേരിൽ കുറച്ച് പേരിലെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ കാണാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ജെന്യുവനായിട്ട് പറയുകയാണ്. നമുക്ക് ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ചെയ്തില്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഈ ഒരു ബ്ലെസ്സിങ് എനിക്ക് ആർക്കും കൊടുക്കാണ്ട് പോയി എന്നൊരു ഫീൽ കിട്ടില്ലേ? എന്തൊരു രസമാണെന്നറിയോ? നിങ്ങളെല്ലാവരും പോയി കാണണം. നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് എന്ത് കണ്ടു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരില്ലേ അവസാനം? ആ ക്വസ്റ്റ്യനൊരു ആൻസർ ഇല്ല. നമ്മൾ കുറേ കെട്ടിടങ്ങളും കുറേ ബിസി ലൈഫും കുറേ റെസ്പോൺസിബിലിറ്റീസും കുറേ ഫുഡ് ഉണ്ടാക്കുന്നു, കുറേ പണിയെടുക്കുന്നു, കുറേ മക്കളെ വളർത്തുന്നു. ഇതാണോ ജീവിതം? ഇത് മാത്രമാണോ ജീവിതം? ഇത് മാത്രമല്ല ജീവിതം. ഇങ്ങനെയുള്ള ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭൂമി, നിങ്ങളുടെ വിശ്വാസം എന്തായിക്കോട്ടെ, ഈ ഭൂമിയുടെ ഭംഗി ഇത് കാണാണ്ട് നമ്മൾ ഇല്ലാണ്ടാവുന്നത്, ഇനി നമുക്കൊരു ചാൻസ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകണ്ടേ? അപ്പോൾ ലക്ഷദ്വീപ് റിലേറ്റഡ് ആയിട്ട് എന്ത് എൻക്വയറീസ് ഡൗട്ട് ലക്ഷദ്വീപിൽ പോകണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, കമൻറ്റിൽ ഇട്ടിരുന്നാൽ മതി. സോ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ലവ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.